ശ്രീ ബൈജു, നോക്കൂ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ വാതിൽ കവചങ്ങളെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ദേവസ്വം കമ്മീഷനുടെ ശുപാർശയെ വസ്തുക്കളെ ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ബോർഡ് തീരുമാനത്തിലും പിന്നീട് തയ്യാറാക്കിയ മഹസറിലും ഇവയെ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ ഈ ബോർഡിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ ഇങ്ങനെ ഒരു 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 ഡിഫറൻസ് വരുത്തിയത്, അതായത് ചെമ്പുപാളികളെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ, ആ രീതിയിലൊരു വ്യത്യാസം വരുത്തിയത് കൃത്യമായിട്ട് ഇന്നലത്തെ ചർച്ചയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബോർഡ് തീരുമാനത്തിൽ പിന്നീട് തയ്യാറാക്കിയ മഹസറിലും ഇവയെ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത്, സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നില്ല. ഈ പൊരുത്തക്കേട് അതീവ ഗുരുതരമായിട്ട് കാണണം എന്നാണ് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ആ സ്വർണ്ണപ്പാളി അതായിരുന്നല്ലോ ആദ്യം അന്വേഷണത്തിന് വിധേയമാക്കിയത്. പക്ഷേ ഇന്ന് ഹൈക്കോടതി പറഞ്ഞു അതിലപ്പുറത്തേക്ക് ശ്രീകോവിലിൻ്റെ ആ വാതിൽ, അതിൻ്റെ ഫ്രെയിം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. തന്ത്രി, അതുപോലെ ശബരിമല മുൻ മേൽശാന്തി ഉൾപ്പെടെ ഒരു 9 പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് മഹസ രേഖപ്പെടുത്തിയത്. പക്ഷേ മഹസറിൽ തെറ്റായ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇത് തന്ത്രി, അതുപോലെ ഈ മേൽശാന്തി, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ, ബോർഡിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതിൻ്റെ പങ്കാളിത്തം ഇവിടെ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ല. ഇനി ഒരുപക്ഷെ അന്വേഷണത്തിൽ അത് പുറത്ത് വന്നേക്കാം. പക്ഷേ എങ്കിലും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിൽ പങ്കാളിത്തമില്ല, ഈ മോഷണത്തിൽ, ഈ കവർച്ചയിൽ പങ്കാളിത്തമില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി രക്ഷപ്പെടാനുള്ളൊരു ശ്രമമായിട്ട് കാണാൻ സാധിക്കുമോ? അല്ല, അനന്തപേരെ, ഇത് സംബന്ധിച്ച് ഈ ചർച്ച ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ചയുടെ ജനൻജീവിയുടെ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഇന്ന് കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ്, വളരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയവരെ ഉൾപ്പെടെയുള്ള അവരുടെയും ഉള്ള ഒരു ജഡ്ജ്മെൻറ്റും ഇപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില പരാമർശങ്ങളും ഒക്കെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്തുണ്ട്. സോ അതിനകത്ത് തന്നെ മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ, മാധ്യമ ചർച്ചകളിലും ഒക്കെ തന്നെ ഉള്ള ഈ അന്വേഷണം 6 ആഴ്ച നിലനിൽക്കുന്നിടത്തോളം ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഗൗരവപരമായ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് സമാനമായ ഹൈക്കോടതിയുടെ ഇടപെടൽ എൻ്റെ ഓർമ്മയിൽ 2 പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ജസ്റ്റിസ് രാമചന്ദ്രൻ ചെയർമാനായിട്ടുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി, ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു 3 അംഗ കമ്മിറ്റിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട അവരുടെ ശുപാർശകൾ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ദേവസ്വം ഭരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ ഒരു ഇടപെടലിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ ഒരു തീർപ്പുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ദ്വാരപാലക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇത്തരമൊരു നടപടി നടത്തിയിരിക്കുന്നു. ഇത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇതിൻ്റെ ആരെയും പ്രതികളാക്കാനോ ആരെയും വാദികളാക്കാനോ ആരെയോ രക്ഷപ്പെടുത്താനോ ഒന്നുമല്ല പറയണത്. ഹൈക്കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ ജനസമൂഹത്തിനും തർക്കമില്ല. ദേവസ്വം ബോർഡ്, ഇതിൻ്റെ അർത്ഥം ഇത്തരം ഒരു വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, നിർഭാഗ്യകരമാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ദേവസ്വം മാനുവലിലെ HRA ആക്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ആ HRA ആക്ടിൻ്റെയും മാനുവലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോൾ ആ മാനുവലിലെ ചട്ടങ്ങളും നിയമങ്ങളും അതനുസരിച്ചുള്ള ഓഫീസ് നടപടികളും കൃത്യമായി പാലിച്ച് പലപ്പോഴും അത് പാലിക്കുന്നതിലുണ്ടായിരുന്ന വീഴ്ചകൾ, ചെറിയ വീഴ്ചകൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകിയാലും വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. ആ വീഴ്ചകളുടെയൊക്കെ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം.
പ്രിയപ്പെട്ട ഞങ്ങളുടെ എൻ്റെ പിന്നെ നാട്ടുകാരൻ കൂടിയായ കായംകുളത്തുകാരൻ കൂടിയ അനിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിനോട് മറുപടി പറഞ്ഞു പോകണം. ഒന്നാമത് ദേവസ്വം ബോർഡിൽ ആഡിറ്റ് ഉണ്ട്. ആഡിറ്റിൽ കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യം വക്കീൽ പറഞ്ഞത് നിഷേധിക്കുന്നില്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2 ഓഡിറ്റ് വിഭാഗമാണ്. 2 ഓഡിറ്റ് വിഭാഗം അതായത് ദേവസ്വം ബോർഡിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് വിഭാഗം, അത് ഫൈനാൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഇൻറ്റേർണൽ ഓഡിറ്റ് വിഭാഗമാണ് ഒന്നുള്ളത്. മറുഭാഗം കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ക്ഷേത്രങ്ങൾ ഇവരെല്ലാം പരമാവധി ഇവരുടെ ഓഡിറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും ഓഡിറ്റിൻ്റെ കുടിശ്ശിക ഉണ്ട് എന്ന് വക്കീൽ പറഞ്ഞത് പൂർണ്ണമായി എല്ലായിടത്തും ആഡിറ്റ് പൂർണ്ണമായും നടക്കുന്നു, എല്ലായിടത്തും ആഡിറ്റ് നടത്തിക്കഴിഞ്ഞു എന്ന് വക്കീൽ പറയുന്നത് പൂർണ്ണമായി തള്ളിക്കറിയാനോ അല്ലെങ്കിൽ അതിനോട് വിയോജിക്കാനോ ഒന്നും തന്നെ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇതിനകത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു കാര്യം മാത്രം പറയുന്നു. ആഡിറ്റിൽ ചുമതല ഒരു ജീവനക്കാരൻ സർവീസ് ചെയ്യുന്ന പെരുഷാകുമ്പോൾ ആഡിറ്റിൽ ചുമതലയുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കൃത്യമായ ലൈബിലിറ്റി ഈടാക്കിക്കൊണ്ട് എത്രയോ പേർക്ക് ഇപ്പോൾ ആഡിറ്റിൽ ചുമതലയുള്ളവർ, ക്രിമിനൽ കേസിൽ പ്രതിയായവർ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവർ ഇന്നും പെൻഷൻ വാങ്ങിക്കാത്ത ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായി തന്നെ ഇപ്പോൾ ഈ കേസുമായി തന്നെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന പലർക്കും ഇതേ സാഹചര്യത്തിൽ നിലവിൽ പെൻഷനാനുകൂല്യങ്ങൾ കൊടുക്കാനുമുണ്ട്. കാരണം NLC എന്ന് പറയുന്ന നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്ന് കൃത്യമായ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ആ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വാഭാവികമായും പിന്നെ അത് ഹാജരാക്കിയെങ്കിൽ മാത്രമേ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷനും അതുപോലെ ദേവസ്വം അക്കൗണ്ട് ഓഫീസറുമൊക്കെ പെൻഷൻ അനുവദിക്കുകയുള്ളൂ. കൂടുതൽ ലയബിലിറ്റി വന്നാൽ അയാളുടെ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് അത് ഈടാക്കുകയും ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയിരിക്കുന്ന റവന്യൂ റിക്കവറി നിയമമനുസരിച്ച് അവരുടെ മൊത്തം ശമ്പളത്തിൽ അവരുടെ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ഈടാക്കാൻ പറ്റാത്ത പണമാണെങ്കിൽ ആ പണം അവിടെ നിന്നും ശ്രീ ബൈജു, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാറിൻ്റെ പേരിൽ വലിയ ഒരു പരാതിയാണ് വന്നത്. മാത്രമല്ല അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സൊക്കെ കിട്ടിയെന്നാണ്. ഏകദേശം 1,80,00,000 പാത്രങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു നടത്തിയത്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ നേരത്തെ തട്ടിപ്പ് നടത്തി പിടികൂടിയ പ്രതികൾ, ദേവസ്വം ഉദ്യോഗസ്ഥർ, ഒരു സമയം കഴിയുമ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് പ്രധാന തസ്തികകളിൽ അവരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ നടക്കുന്നില്ലേ ദേവസ്വം ബോർഡിൽ? അല്ല, ഇപ്പം ജയകുമാറിൻ്റെ വിഷയം സംസാരിച്ചല്ലോ. ജയകുമാർ സാറ് ദേവസ്വം ബോർഡ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നപ്പം അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ അഭിഭാഷകൻ, ഒരു ക്രിമിനൽ അഭിഭാഷകനെ അടുത്ത ബോർഡ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വെച്ച് ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുകയും അദ്ദേഹത്തിന് കൊടുത്ത ചാർജുകൾ കുറേ ഭാഗം തെളിയുകയും ആ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പകുതിയോളം കട്ട് ചെയ്ത് ഈ പറയപ്പെടുന്ന അദ്ദേഹം ദേവസ്വം ബോർഡിന് വരുത്തിയ നഷ്ടം ഈടാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അത് സംബന്ധിച്ചൊരു ധാരണ. അതിൻ്റെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ബോർഡ് അന്നെടുത്ത ഡിസിപ്ലിനറി ആക്ഷനെതിരായി അദ്ദേഹം കോടതിയിലൊക്കെ സമീപിച്ച് ഇപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ അതിന് അന്തിമ തീർപ്പായിട്ടില്ല. പക്ഷേ ഈ ജയകുമാർ, മന്ത്രി ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാർ എന്നുള്ളതല്ല, ആരായാലും ഈ പറയപ്പെടുന്ന ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് കൊണ്ടുപോയാൽ ആ ഫണ്ട് ഏതെങ്കിലും ക്രമക്കേട് കാണിച്ചിട്ടുണ്ടായാൽ അത് ഈടാക്കാനുള്ള കൃത്യമായ വ്യവസ്ഥയും സംവിധാനവും നമ്മുടെ ദേവസ്വം മാനുവലുണ്ട്. പക്ഷേ അത് ആ ദേവസ്വം മാനുവൽ പ്രകാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കറൻറ്റ് ഉത്തരവുകളുണ്ട്. അത് എത്രത്തോളം ആപ്ലിക്കബിൾ. പലപ്പോഴും ദേവസ്വം ബോർഡിനുണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ നടപടിക്രമങ്ങൾ പലപ്പോഴും യഥാസമയം പൂർത്തിയാകാത്തത് കൊണ്ട് അത് കാലതാമസം വന്നാലും എത്ര വൈകിയാലും എനിക്ക് അറിയാം, പമ്പയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില കേസുകളിൽ റിട്ടയർ ചെയ്ത ചില ഓഫീസർമാരുടെയൊക്കെ പേരിൽ ഇത് ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അവരെ വിജിലൻസ് കോടതിയിൽ കേസുള്ളവരെ കോടതി വെറുതെ വിടുന്നിടം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയും
ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഓഡിറ്റ് നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരും ഇതിനകത്ത് കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ ഈ സ്ഥാപനമാകെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാനാവില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഞാൻ പറയുന്നത് 2019 ഈ സംഭവം ഉണ്ടാകുന്നു. 2019 ശേഷം അതിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ശബരിമല ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് 2019 ഉണ്ടായ സംഭവത്തിനെ അതിനെ ചെറുതാക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്നുള്ള നിലയിൽ ഓരോ ഇരിക്കുന്ന വ്യക്തികൾ, ഓരോരുത്തരെ ചില പ്രത്യേക സീറ്റുകൾ വരുന്നവരുടെ ചില പ്രശ്നങ്ങൾ, ചിലരുടെ മാനസിക വ്യാപാരങ്ങൾ, ചിലരുടെ താല്പര്യങ്ങൾ, സമൂഹത്തിൽ തന്നെ പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ നല്ല പൊതുപ്രവർത്തകരുണ്ട്. അതേപോലെ ഇതിനകത്ത് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാർ നന്നായി ഇവിടുത്തെ ഈ സ്ഥാപനത്തിനും ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച് വളരെ മാന്യമായി പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയുന്നു, ഇന്ന് ഉണ്ടായ ഈ നിർഭാഗ്യകരമായ അവസ്ഥ അത് സത്യത്തിൽ ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായാലും അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാളിൻ്റെ അവിടെ കടന്നു വരുമ്പോൾ അദ്ദേഹം ആരാണ്, ഏതാണ്, എന്താണ് എന്നൊക്കെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതേ സമയത്ത് തന്നെ അവിടെ 30 കിലോ സ്വർണം പൂശിയ വിജയമില്ല, അതിനുശേഷം 18-ാം പടി സ്പോൺസർ ചെയ്തവർ, ഉപദേവാലയങ്ങൾ സ്വർണം പൂശിയ കുമരൻ സിൽക്ക്, അങ്ങനെയൊക്കെ ഉള്ള വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അന്നേരം അവരെ ഇതുമായി നമ്മൾ കൂട്ടി മൊത്തം നമ്മൾ കാടടച്ചതിനകത്ത് വെടിവെക്കരുത്. അവരൊക്കെ വന്നതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ മുഖച്ഛായ മാറ്റുന്നതിന് അവരുടെയൊക്കെ സഹായങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ അതിനകത്ത് പിന്നെ അനിൽ നമ്പ്യാർ പറഞ്ഞതിനകത്തും വക്കീൽ പറഞ്ഞതിനകത്തും 100% അക്കാര്യത്തിൽ